കേരളം എന്നെഴുതിയതിൽ അക്ഷരത്തെറ്റ് വന്നതിൽ വിശദീകരണവുമായി മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. എഴുതുന്നതിനിടയിൽ ചുറ്റും ആളുകൾ സംസാരിക്കുന്നത് കേട്ടപ്പോഴുണ്ടായ ഒരു ചെറിയ ആശയക്കുഴപ്പത്തിൽ തെറ്റ് സംഭവിച്ചതാണ്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു. ഈ കാര്യങ്ങളിൽ ഇനി കൂടുതൽ ശ്രദ്ധ പുലർത്തുമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. ആദ്യം ആ വീഡിയോയിലേക്ക്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചെയ്യുന്നത്. ശാന്തകുമാർ, കുഞ്ഞാലിക്കുട്ടിക്ക് വലിയൊരു അബദ്ധം തന്നെയാണ് പറ്റിയത്. അതിലിപ്പോൾ ഒരു വിശദീകരണവുമായി വരികയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ? ഒരു വലിയ തെറ്റ് പറ്റി. ആ തെറ്റ് പറ്റിയതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അതിലെ തെറ്റുകൾ തിരുത്തും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് തന്നെയുള്ളതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളം എന്ന് എഴുതിയപ്പോൾ ഉണ്ടായ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം തന്നെ അത് എഴുതുന്നതിനിടയിൽ ചുറ്റും ആളുകൾ സംസാരിക്കുന്നത് കേട്ടപ്പോഴുണ്ടായ ഒരു ചെറിയ ആശയക്കുഴപ്പമാണ് സംഭവിച്ചത്. അതൊരു തെറ്റാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഇത്തരം തെറ്റുകൾ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു. അതേ തുടർന്നുണ്ടായ ട്രോളുകളെല്ലാം അതേ അർത്ഥത്തിൽ തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. വരും ദിവസങ്ങളിൽ ഇക്കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യും. അഭിപ്രായങ്ങളെയും തികഞ്ഞ ജനാധിപത്യ ബോധത്തോടെ കേൾക്കുകയും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകുകയും ചെയ്യും എന്നത് തന്നെയാണ് താൻ ശീലിച്ചിട്ടുള്ള അങ്ങനെ തന്നെയാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ ജനങ്ങൾക്ക് എപ്പോഴും വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ് UDFന്റെയും ഈ സർക്കാരിന്റെയും നയം എന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ സ്നേഹത്തിനും തിരുത്തലുകൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എന്ന് സൂചിപ്പിച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും അദ്ദേഹം ആ തെറ്റ് കൃത്യമായി അത് തിരുത്തുന്നു. അതിനെ മറച്ചു വെക്കാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അഞ്ജലി. ശരി ശാന്തകുമാർ, സ്വന്തം തെറ്റിനെ അംഗീകരിച്ചിരിക്കുകയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. വിവരങ്ങൾ നൽകിയത് ശാന്തകുമാർ വെള്ളാലത്താണ്.